മദ്യപിച്ച് ലഹരി പിടിച്ച് വ്യഭിചാരവും തിന്മയും നടക്കുന്നൊരു നാട്ടിലേക്ക് യാത്ര ചെയ്ത് ലഹരി കുടിച്ച് ഛർദിച്ച് ടോയ്ലറ്റിലേക്ക് പോയി ഛർദിക്കാൻ വേണ്ടി പോയിട്ട് ടോയ്ലറ്റിന്റെ ബൗളിലേക്ക് മുഖം കുത്തി വീണ് കിടന്ന് മരിച്ചുപോയൊരു ചെറുപ്പക്കാരനുണ്ട്. കള്ളുടിക്കാൻ പോയതാ, നാട്ടിൽ നിന്ന് നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചില സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ അതിൻ്റെ ചില കേന്ദ്രങ്ങളുണ്ട്. ചില ആളുകൾ എസ്കേപ്പ് ചെയ്യുന്നത് തിന്മകൾ ചെയ്യാൻ പലയിടത്തുണ്ട്. എല്ലായിടത്തും സുലഭമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മദ്യപിച്ച് ഛർദി വന്നിട്ട് ബാത്റൂമിലേക്ക് ഛർദിക്കാൻ ചെന്നു. 2 ആഴ്ചത്തെ ട്രിപ്പ് പോയതാണ്. ഒരുപാട് നേരം കഴിഞ്ഞ് വാതിൽ തുറക്കാതെ വന്ന് വാതിൽ തുറന്ന് പൊളിച്ചു നോക്കുമ്പോഴാണ്, നോക്കണേ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു ചെറുപ്പക്കാരൻ എവിടെയെങ്കിലും കിടന്ന് മരിച്ചു എന്ന് മാത്രമല്ല, മദ്യപിച്ച് കിടക്കുന്ന മുഖം കിടക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റിന്റെ ആ ബൗളിലേക്ക് മുഖം കുത്തിയിട്ടാ കിടക്കുന്നത്. എണീക്കാൻ പറ്റിയിട്ടില്ല, ഛർദിക്കാൻ കുനിഞ്ഞതാണ്. നോക്കണേ, എത്ര വലിയ ദൗർഭാഗ്യമാണിത്, എത്ര വലിയ ദൗർഭാഗ്യമാണ്. ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകത്തിലേക്ക് പോകുന്നവരും ഒരുപോലെയല്ല. അല്ലാഹു പറയാ, ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. നരകത്തിലേക്ക് പണിയെടുത്ത് നിൽക്കുന്നവരും നരകം പുൽകാനിരിക്കുന്നവരും സ്വർഗം തുറന്നു വെച്ച് അല്ലാഹു കാത്തുവെച്ച് നിൽക്കുന്ന മുഅ്മിനീങ്ങളും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. ലാ യസ്തവീ അസ്ഹാബുൻ നാർ അഅദനല്ലാഹു മിൻഹാ. ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ തന്നെയാണ് വിജയിക്കുന്നത്, അല്ലാത്തവർ പരാജയത്തിലേക്കാണ്. അതുകൊണ്ട് മദ്യപാനം മനുഷ്യന്റെ ചിന്തയാണെന്ന് പിശാച് സയ്യന ലഹുമുശ് ശൈത്വാൻ. അത് അലങ്കാരമാണ്, നല്ലതാണ് എന്ന് അള്ളാന്റെ കിതാബിൽ നിന്ന് നിങ്ങൾ അകറ്റാൻ വേണ്ടി പിശാചെടുത്ത ഒരു ഹിക്മത്ത്, പിശാചിന്റെ ഒരു ഇസ്തിദ്റാജ്. അതിൽ പെട്ടുപോയ ആളുകളെ ശ്രദ്ധിക്കണമേ.